അത് പിന്നെ ഇന്ന് അരി വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ കുറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് വെച്ചപ്പോൾ അവർ പറയുക ഇന്റർവെല്ലിലെ പോപ്കോൺ കൊടുക്കത്തുള്ളെന്ന് അല്ലേ? ഇന്റർവെൽ വരെ ഞങ്ങൾ മനസ്സോടെ ആ പടം ഇരുന്ന് കണ്ട്. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ പോപ്കോൺ ചോദിച്ചപ്പോൾ അവർ പറയാ പോപ്കോണിന് 100 രൂപയാന്ന്. വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ട് പടം പകുതി വരെ കണ്ടില്ലേ, അതുകൊണ്ട് ബാക്കി ഇവിടെ ഇരുന്നും കണ്ട്. പടം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്നു. പിന്നെ ഞങ്ങൾ ഉന്തിക്കൊണ്ടാ വന്നത്. പെട്രോൾ നിർത്താം. പെട്രോളിന്റെ കാര്യം അവൻ ചോദിച്ചില്ലായിരുന്നല്ലോ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. സബാഷ്. നീ എന്തിനാ ചാവാൻ തുടങ്ങിയത്? ഈ മീനൂട്ടിയെ പറ്റിച്ച് തേച്ച് വെച്ചെല്ലാരും. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോന്ന് ഈ വറ്റിച്ച് വെച്ച മീൻ കൂട്ടാൻ? അതല്ല, എന്റെ പേര് മീനൂട്ടി. എന്റെ കാമുകൻ എന്നെ പറ്റിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് പ്രണയമായിരുന്നല്ലേ? അതെ, അവന്റെ. എന്റെ 12ാമത്തെയും. 12? പിന്നെ ഒന്നി പഠിച്ച 12 എന്നല്ലേ? ഒന്നി പഠിച്ച 3 എന്നല്ലേ കൊച്ചേ? കുന്നോളം ആഗ്രഹിച്ചെങ്കിലല്ലേ കുന്നിക്കിരുവെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ ഇതൊരു കുട്ടാക്കുരു ആയി പോയി. ഹലോ ഹലോ, വിജീഷ് ഉണ്ടോ? സോറി, റോങ് നമ്പർ. അശ്ശോ, റോങ് നമ്പറാണ്. ഇതെവിടായിരുന്നു? കണ്ണൂര്. ഇതേത് സ്ഥലം? അഞ്ചരക്കണ്ടി. നിങ്ങളുടെ പേരെന്താ? വിനീത. വിനീത. വിനീത നല്ല പേര്, നല്ല പേര്. നിങ്ങളാരാ? ഞാൻ ഇവിടെ ബിബിഷൻ ഓടിക്കാം. ഓ, അച്ഛനമ്മ ഡോക്ടറാ. ഓക്കെ. പക്ഷെ നല്ല കേട്ടുപരിചയം ശബ്ദത്തിനെ. ഇടയ്ക്ക് ഞാൻ വിളിച്ചോട്ടെ? വെച്ചിട്ട് പോടാ പട്ടി.